ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 70 ശ്ലോകം 7, 8, 9, 10. ശാക്വരോധ ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതീം പ്രദധാനഃ പങ്ക്തിമാശു പരികൂർണ്യ പശൂനാം ഛന്തസാം നിധിമവാപ ഭവന്തം തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹ്യ രഭസാദഭിയന്തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദയന്നമദയഃ സുരലോകം. ചിത്രമദ്യ ഭഗവൻ വൃഷഖാദാ സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധത്തെ ച വൃഷചേതസി ഭൂയാന്മോദ ഇത്യഭിനുതോസി സുരൈസ്ത്വം. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി ഇത്തമാതഹസിതൈർസഹ ഗോപൈർഗേഹഗസ്ത്വമവവാത പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശാക്വരഃ അഥ ജഗതി ധൃതി ഹാരി മൂർത്തിം ഏഷ ബൃഹതീം പ്രദധാനഃ പങ്ക്തിം ആശു പരികൂർണ്യ പശൂനാം ഛന്ദസാം നിധിം അവാപ ഭവന്തം തുംഗ ശൃംഗ മുഖം ആശു അഭിയന്തം സംഗൃഹ്യ രഭസാദ് അഭിയന്തം ഭദ്ര രൂപം അപി ദൈത്യം അഭദ്രം മർദയൻ അമദയഃ സുരലോകം. ചിത്രം അദ്യ ഭഗവൻ വൃഷഖാതാത് സുസ്ഥിര അജനി വൃഷസ്ഥിതിഃ ഉർവ്യാം വർദ്ധത്തെ ച വൃഷചേതസി ഭൂയാൻ മോദ ഇതി അഭിനുതഃ അസി സുരൈഃ ത്വാം. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാം അയം ഇഹ ഉക്ഷവിഭേദി ഇത്തം ആത്ത ഹസിതൈഃ സഹ ഗോപൈഃ ഗേഹഗഃ ത്വം അവവാതപുരേശ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് ചൊന്നോം എന്താ കംസനോട് ഭൃത്യനാണ് അരിഷ്ടൻ ഭഗവാന്റെ മോദർത്തക്ക് പോകാൻ അതും ഒരു കാളയോട് രൂപത്തില് എന്നോട് യോഗ്യതയെല്ലാം എന്താ ഗോപാലൻ കാത്തുക്കെട്ടും എന്ന് നനച്ചെന്താക്കും அந்த അസുരൻ ഗോകുലത്തുക്ക് വന്നാൽ അഥ ജഗതി ധൃതിഹാരി ഏഷഃ ശാക്വരഃ. ലോകത്തെയെല്ലാം വറപ്പിക്കപ്പെട്ട ഒരു ദുഷ്ടകാളെ, ശാക്വരഃ എന്ന കാളെ. ബൃഹതീം മൂർത്തിം പ്രദധാനഃ. അതൊരു പെരിയ രൂപത്തെടുത്തത്. ബൃഹതീന്ന ரொம்ப പെരിശാനൊരു ആകൃതിയും എടുത്തത്. പശൂനാം പങ്ക്തിം ആശു പരികൂർണ്യ. இந்த പശുക്കളെല്ലാം பயந்து, പശുക്കൾ ரொம்ப எப்பவும் சாது பயந்த സ്വഭാവം. അവളോട് മേരെ വർത്തെ இந்த പശു എല്ലാം பயந்து ഓടുമോ. ഛന്ദസാം നിധിം ഭവന്തം അവാപ. വേദத்துக்கு ஆதாரமான ഛന്ദസ്സുക്കെല്ലാം ஆதாரமான அந்த കൃഷ്ണനെ പാത്തുന്തേ നേരെ വരദം. തുംഗശൃംഗമുഖം ആശു അഭിയന്തം. കൊമ്പും തലയെല്ലാം മേലെപ്പിടി ഒശർത്തി പിടിച്ചത് വേഗത്തില് എതിരാ വരദാം ഭഗവാനക്കെതിരാ. അഭിയം ഭദ്രരൂപം അപി അഭദ്രം. ഭഗവാനാണ് എപ്പിടിയേക്കും ഭയമില്ലാത്തവനാക്കും. ഭദ്രം, എല്ലാവർക്കും ഭദ്രം കൊടുക്കപ്പെട്ട ഭദ്രരൂപിയാക്കും.
அவன்கிட்ட அந்த பகவான்கிட்ட அபத்ரனான தம் தைத்தியம் அந்த ராட்சசன் രഭസാത് സംഗൃഹയ്യ മർദ്ദയൻ സുരലോകം അമദയ. அந்த அபத்ரனான தைத்தியனை ஓடி வந்ததும் கிருஷ்ணர் நன்னா பலமா பிடிச்சு அதை வதம் பண்ணி தேவன்மாருக்கெல்லாம் அது பார்த்தப்போ ரொம்ப சந்தோஷமாச்சு. ഹേ ഭഗവൻ അദ്യ വൃഷഘാതാത് ഉർവ്യാം വൃഷസ്ഥിതി സുസ്ഥിര അജനി. ഹേ ഭഗവൻ, എന്താ വൃഷത്തെ കൊന്നതിനാല് ഭൂമിയിലെ വൃഷസ്ഥിതി, വൃഷം എന്നുള്ളതുക്ക് കാളയെന്നൊരർത്ഥമുണ്ട്, ധർമ്മങ്കർ ഒരർത്ഥമുണ്ട്. എന്താ ഭൂമിയിലെ ധർമ്മത്തെ നിലനിർത്തിന ഹേ ഭഗവാനെ, அந்த ധർമ്മത്തെ ഉറപ്പുള്ളതാക്കി അയച്ച് ഭഗവാനിപ്പോ വൃഷചേതസി ഭൂയാൻ മോദഹ. വൃഷചേതസിന്ന് വൃഷാവോട് ഉള്ളിൽ മനസ്സിൽ അങ്ങനെ ഇന്ദ്രൻ, വൃഷം എന്നുള്ളതുക്ക് സ്വർഗങ്കർ ഒരർത്ഥവും കൂടിയുണ്ട്. അത് സ്വർഗത്തില് ഇന്ദ്രനോട് മനസ്സില് വർദ്ധതേ മോദഹാച്ച ரொம்ப സന്തോഷമുണ്ടാച്ച, ആഹ്ലാദമുണ്ടാച്ച. ചിത്രം ഇതി സുരൈഹി ത്വം അഭിനുതഃ അസി. ரொம்ப அற்புதமாக இருக்கு அப்படின்னு தேவன்மாரெல்லாம் கிருஷ்ணரை ஸ்துதி பண்ணுறா. ஹே ഔഷകാണി. അപ്പോൾ അടുത്ത சொல்ற, ഏ കാളകളെ ദൂരം പരിധാവത. നിങ്ങളെല്ലാം തള്ളി പോയിടുങ്കോ. എല്ലാ കാളകളുടെയും ചൊല്ലത, നിങ്ങളെല്ലാം തള്ളി പോയിടുങ്കോ. അയം ഇഹ ഉഷവിഭേദി വീക്ഷ്യത. അത് കാളയെ കൊല്ലപ്പെട്ടവനാക്കും. പാരുങ്കോ വീക്ഷ്യതാം, പാരുങ്കോ. യുദ്ധം ആത്തഹസിതൈഹി. ഇപ്പിടി തമാശ ചൊല്ലിന്ത് ചിരിച്ചിന്ത് ഗോപൈഹി സഹ ഗേഹകഹ. இந்த கோபன்மார் கூட, இளைய குட்டிகள் கூட திருப்பி தங்களோட கிரகத்துக்கு பவனத்துக்கு வந்திருந்த த்வம் பகவானே, ஹே வாதபுரேஷா குருவாயூரப்பா, மாம் அவ என்ன രക്ഷിക്കണമേ அப்படின்னு പ്രാർത്ഥന பண்ணிக்கிறோம். தேவாளெல்லாம் ஸ்துதிச்சு வந்திக்கிற சமயத்திலேயும் அந்த இடையக்குட்டிகள் ഭഗവാൻ ഇടയക്കുട്ടികൾ കൂടെയൊക്കെ ഭഗവാൻ പോറാറ്. ഇടയക്കുട്ടികൾ എപ്പടി ചൊല്റാം, അവൾക്ക് ഇപ്പോഴും ഭഗവാൻ കളിത്തോടനാവാക്കും ഇരിക്കാറ്. ഹരേ കൃഷ്ണ.